രുചിഭേദങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ വെക്കണ സമയത്ത് അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂരി മേത്തി. പനീർ കൊണ്ട് ഉണ്ടാക്കുന്ന കറികൾക്കാണ് കൂടുതൽ ഈ കസൂരി മേത്തി ആവശ്യമായിട്ട് വരാറുള്ളത് അല്ലേ. അപ്പോൾ ആ കസൂരി മേത്തി എങ്ങനെയാണ് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിഭേദങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. കസൂരി മേത്തി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഉലുവച്ചീരയാണ്. ഉലുവച്ചീര ഞങ്ങൾക്ക് സാധാരണയായിട്ട് ഒരു ചീര കൊണ്ടുവരുന്ന അമ്മയുണ്ട്, അവരാണ് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ ഇനി കസൂരി മേത്തി എങ്ങനെയാണ് നമ്മൾ ഫൈനലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാക്കി മാറ്റുകയെന്ന് കാണാം. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് അധികം നേരമായിട്ടില്ല കേട്ടോ, പക്ഷേ ഈ ചൂടത്ത് പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല, വൃത്തിയായിട്ടുള്ള ഇല മാത്രമായിട്ട് പറിച്ചെടുക്കണം. തണ്ടും ബാക്കി പഴുത്ത ഇലയൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാം. അതിന് ശേഷം വൃത്തിയായിട്ട് കഴുകിയ ശേഷം ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഷീറ്റിലോ ഇട്ടിട്ട് ഇതുപോലെ നിഴലത്ത് വെച്ച് വേണം ഉണക്കിയെടുക്കാനായിട്ട്. ഇപ്പോഴത്തുള്ള ചൂട് വെച്ച് നോക്കുമ്പോൾ ഒരു 2 ദിവസമൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു വെച്ചതാണത്. അപ്പോൾ ഇത് വെയിലത്തൊന്നും വെച്ച് ഉണക്കേണ്ട ആവശ്യമില്ല, നിഴലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ ഈർപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. തൊടുമ്പോൾ നമുക്ക് ഏകദേശം നല്ല മുരുമുരാന്നുണ്ടാവണം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഉണങ്ങിയ ഈ ഒരു മേത്തി ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഒരു മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഈ ഇല നല്ല മുരുമുരാന്നുണ്ടാവും ഓൾറെഡി, എന്നാലും ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ മൊരിഞ്ഞ് വരാനും ഇതിൻ്റെ കളർ അതേപോലെ നിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. കയ്യിൽ എടുത്ത് നോക്കണ സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് വരണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. അതിന് ശേഷം നമ്മൾ വൃത്തിയായിട്ടുള്ള ഒരു ബോട്ടിലിൽ, ഈർപ്പൊന്നും ഇല്ലാതിരിക്കണം കേട്ടോ, ആ ബോട്ടിലിൽ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, വെളിയിൽ വെക്കാം. കുറേ നാളതങ്ങനെ ഇരിക്കും, ഒരു കേടും സംഭവിക്കില്ല. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ കസൂരി മേത്തി എത്ര നാൾ നിൽക്കൂലേ, കുറേ നാൾ നിൽക്കും. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. മാത്രമല്ല പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കസൂരി മേത്തിയെ പലരും കസ്തൂരി മേത്തി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായ പ്രയോഗം കസൂരി മേത്തി എന്ന് തന്നെയാണ്, കസ്തൂരി മേത്തി എന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരമായി കാണുമെന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.